കഴിഞ്ഞ ജനുവരി 27-ാം തീയതിയാണ് കൊല്ലം ചിതറ സ്വദേശി സതീഷ് പെൺസുഹൃത്തുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പെൺസുഹൃത്ത് സതീഷിന്റെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. കേസിൽ ഭർത്താവ് കൊല്ലം ചിതറ സ്വദേശി സതീഷിനെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സതീഷ് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 27-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സതീഷ് വീട്ടിൽ വരാതെ കാമുകി സുജിതയ്ക്കൊപ്പം ജീവിക്കുകയായിരുന്നു. ഡിവോഴ്സ് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ ഇവരെ കൊലപ്പെടുത്താൻ സതീഷും സുജിതയും തീരുമാനിച്ചു. സതീഷ് ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്നും വന്നാൽ പിടികൂടാമെന്നും സുജിത സതീഷിൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചറിയിച്ചു. ഇത് പ്രകാരം ആളൊഴിഞ്ഞ വീട്ടിലേക്ക് സതീഷിൻ്റെ ഭാര്യ എത്തി. ഈ സമയം ഒളിച്ചു നിന്ന സതീഷും കാമുകി സുജിതയും ചേർന്ന് ഇവരെ മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടുകയും കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഇയാളെ കൊണ്ട് വളരെയധികം ഞാനും എൻ്റെ കുടുംബം ഉപദ്രവങ്ങളും ശാരീരികമായിട്ട് ഉപദ്രവങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു നിവൃത്തിയില്ല ഇയാളെ കൊണ്ട്. എന്നോണമാണ് ഞാനിവിടെ കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. രക്ഷപ്പെട്ട് ഓടിയ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടി. തുടർന്ന് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസിൽ രണ്ടാം പ്രതിയായ സുജിതയെ പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സതീഷ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം നിഷേധിച്ചു. ഇതിനിടയിലാണ് പ്രതിയായ സതീഷിനെ ഇന്ന് കടയ്ക്കൽ പോലീസ് പിടികൂടിയത്. സ്ത്രീ പീഡന കേസിലും പോക്സോ കേസും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ സതീഷെന്ന് കടയ്ക്കൽ പോലീസ് പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.